അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 15612 പ്ലസ് റൂട്ട് ഓഫ് 154 പ്ലസ് റൂട്ട് ഓഫ് 225. ഇതാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് 15612 ഉണ്ട് പ്ലസ് 154 പ്ലസ് 225. ഇത് റൂട്ടിനകത്താണ്, ഇത് റൂട്ടിനകത്താണ്, ഇതെല്ലാം ഒരു വലിയ റൂട്ടിനകത്താണ്. നമുക്കിതാണ് കാണേണ്ടത്, ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റൂട്ട് കാണാം, എന്നിട്ട് അതിനെ ഇതുകൊണ്ട് കൂട്ടുക, എന്നിട്ട് ഈ റിസൾട്ടിൻ്റെ റൂട്ട് കാണാം, എന്നിട്ട് ഈ റിസൾട്ട് ഇതുമായിട്ട് പ്ലസ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ റൂട്ട് കാണാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 225ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര, 225ൻ്റെ റൂട്ട് 15 അല്ലേ. അപ്പോൾ 15 പ്ലസ് 154 കിട്ടും. 15ഉം 154ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 169. 15ഉം 154ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 169 കിട്ടും. 169 13ൻ്റെ റൂട്ടാണ്. 169ൻ്റെ റൂട്ട് 13. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഇത് മൊത്തം എന്താവും 13 എന്ന് കിട്ടും. ഓക്കെ, ഈ 13നെ നമ്മൾ എന്തുകൊണ്ട് പ്ലസ് ചെയ്യണം, 15612 കൊണ്ട് പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 15625 എന്നാണ് കിട്ടുക. 15625 എന്ന് കിട്ടും. ഇതിൽ ലാസ്റ്റ് 5. അപ്പോൾ നമുക്ക് അറിയാം ഒരു 5 ഉണ്ടാവും ആൻസറിൽ. കാരണം റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ നമുക്ക് എന്തുണ്ട്, ഫൈനൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഫൈനൽ ഡിജിറ്റ് 5 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, അതേതാണ്, സി ആണ്, 125. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഓപ്ഷനിൽ നിന്ന് ഇത് മുഴുവൻ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസറിലെത്താം. ഇനി 5 വേറെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യണം, അറിയാം. അപ്പോൾ നമ്മളിത് വലിയൊരു സംഖ്യയാണ്, ഇതിൻ്റെ റൂട്ട് നമുക്ക് പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഇതിലിപ്പോൾ 5 ലെറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ലെറ്ററും പിന്നെ 2 ലെറ്ററുമായിട്ട് എടുക്കാം. 156 ആണ് ആദ്യത്തെ 3 ലെറ്റർ. 156ൻ്റെ ഉള്ളിൽ വരുന്ന റൂട്ട് ഏതാണ്, നമുക്കറിയാം. 156ൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റൂട്ടാണ് 144. 144ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്ര, 12 അല്ലേ. അപ്പോൾ ഒരു 12 ഉണ്ടാവും ഈ ഭാഗത്ത്, ഇതിൻ്റെ റൂട്ടിൻ്റെ സ്ഥാനത്ത്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് നമുക്ക് 25. 25ൻ്റെ റൂട്ട് എത്രയാണ്, 5. അപ്പോൾ നമുക്ക് 125 റൂട്ട് 15625 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷനിലെത്താം. ഓക്കെ, ഇനി ഇതൊന്ന് കൺഫേം ചെയ്യാൻ 125 × 125 ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും ആൻസർ. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അവസാനത്തെ ലെറ്റർ 5 വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റക്ക് ഇതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? നമ്മളെ ചോദ്യം, ജോണും ദീപുവും രണ്ടുപേരും ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്? 45 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, ജോൺ തനിച്ചാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ 70 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ ദീപു തനിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നോക്കൂ, ഇവിടെ ജോണും ദീപുവും എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്? 45 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ജോണും ദീപുവും പാടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന്റെ 45ൽ 1 അല്ലേ? കാരണം 45 ദിവസം കൊണ്ടാണ് അവർ തീർക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 45ൽ 1. ഓക്കെ, ജോണ് 70 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ടോട്ടൽ ജോലി ഒറ്റക്കാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ജോണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ വർക്കിന്റെ 70ൽ 1. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ദീപു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് നമുക്ക് ഇതിൽ നിന്നും ജോണും ദീപും ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന വർക്കിൽ നിന്ന് ജോണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീപു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടില്ലേ? അതായത് ദീപു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജോണും ദീപുവും ഒരു ദിവസം ചെയ്യുന്ന വർക്കിൽ നിന്ന് ജോണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടില്ലേ? അതായത് ജോണും ദീപും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 45 ആണ്, ഒരു 45ൽ 1 അതിൽ നിന്ന് കുറക്കണം ആരെ വർക്ക്? ജോണിന്റെ വർക്ക് കുറച്ചാൽ നമുക്ക് ദീപുവിന്റെ കിട്ടും. ജോണിന്റെ ഒരു ദിവസത്തെ വർക്ക് എത്ര? 70ൽ 1 അല്ലെ? അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 70 ഇൻറ്റു W മൈനസ് 45 ഇൻറ്റു W, 70ൽ നിന്ന് 45 പോയാൽ 25W കിട്ടും. താഴെ 45 ഇൻറ്റു 70 കിട്ടും. അപ്പോൾ നമുക്ക് 25ൽ 5, 45ൽ 9, 5 കൊണ്ട് വെട്ടിയാൽ, പിന്നെ 5നെ 70 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് 14 കിട്ടും അല്ലേ? നമുക്ക് എന്താ കിട്ടിയത്? മുകളിൽ W, താഴെ 9 ഇൻറ്റു 14, ദാറ്റ് ഈസ് W ഡിവൈഡ് ബൈ 9 ഇൻറ്റു 14 എത്ര? 126. അതായത് ദീപു ഒറ്റക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 126ൽ 1. അങ്ങനെയാണെങ്കിൽ ദീപു ഒറ്റക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 126 ഡേയ്സ് വേണം. 126 ഡേയ്സ് ദീപു ഒറ്റക്ക് ചെയ്തു തീർക്കാൻ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സ്കൂളിൽ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സ്കൂളിലെ 60%, ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% കുട്ടികൾ ഏതാണ്? ബോയ്സ് ആണ്. ഓക്കെ, ആൺകുട്ടികളാ. പിന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? പെൺകുട്ടികൾ ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 500 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ ബോയ്സിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ടോട്ടൽ കുട്ടികളുടെ എണ്ണം നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ അതിൽ 60% ബോയ്സ് ആണ്, ബാക്കി 40% ആയിരിക്കും എന്ത്? ഗേൾസ്. എന്ന് വെച്ചാൽ ഈ 500 എന്ന് പറഞ്ഞത് ഏതാണ്? എത്രയാണ്? 40%. ടോട്ടൽ കുട്ടികളുടെ 40% എന്ത്? 500. 40% എന്ത്? 500. അപ്പൊ നമുക്ക് 100% കാണുക ആദ്യം. അല്ല, 40% 500, 100% ആണല്ലോ ടോട്ടൽ കുട്ടികൾ അല്ലേ? അപ്പൊ നമ്മൾ 1% എത്ര കുട്ടികളാണെന്ന് കാണുക ആദ്യം. എന്നിട്ട് അതിനെ 60 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 60% ബോയ്സിന്റെ എണ്ണം കിട്ടും. ഒന്നുകൂടി പറയാം, ഗേൾസിന്റെ എണ്ണം 500 എന്ന് തന്നിട്ടുണ്ട്. ഇത് 40% കാരണം ബോയ്സ് 60% ആണെങ്കിൽ ബാക്കി 40% ഉള്ളത്. അപ്പൊ അത് 500 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോയ്സിന്റെ എണ്ണം കാണാൻ 60% എത്രയാന്ന് കാണണം. കാരണം ബോയ്സിന്റെ എണ്ണം 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 60% കാണാൻ നമ്മൾ ഈ 40% ആണല്ലോ 500, ഇതിൽ നിന്ന് 1% എത്രയെ കാണുക. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 60 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 60% എത്രയെന്ന് കിട്ടും. അതാണ് എന്ത്? ബോയ്സിന്റെ എണ്ണം. അപ്പൊ നമുക്ക് 40% 500ൽ നിന്ന് 1% എങ്ങനെ കാണാം? അപ്പൊ രണ്ട് ഭാഗത്ത് 40 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇവിടെ 1% എത്രയാണ്? ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ 50/4 നമുക്ക് എങ്ങനെ എഴുതാം? 25/2 എന്ന് എഴുതാം. അപ്പോൾ 1% 25/2 ആണ്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം നമുക്ക് 1% അല്ല കണ്ടത്, നമുക്ക് 60% കണ്ടത്. അപ്പോൾ 60% കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 60% എന്ന് പറഞ്ഞാൽ 25/2 ഇൻറ്റു 60. 2നെ 60നെയും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 30 ഉണ്ടാവും. 30 ഇൻറ്റു 25 എത്ര? 75ഉം 0 750 അപ്പൊ 60% എന്ന് പറയുന്നത് എത്ര കുട്ടികളാ? 750 കുട്ടികളാ. ഇതാണ് എന്ത്?
നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് 750 ആണ്. ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 14, 20, 26 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 40-ാം പദം എന്ത്? നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 14, 20, 26 എക്സെട്ര. ഇതിലെ 40-ാം പദം ആണ് നമുക്ക് കാണേണ്ടത്. 40-ാം പദം, അതായത് 40-ാം പദം A14 എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് പദം എത്രയാണ്? A1 14 ആണ്. കോമൺ ഡിഫറൻസ് D എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 14ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6ആണ്. 20ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 6ആണ്. അപ്പോൾ D കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് 40-ാമത്തെ പദം A14 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് പദം ഒന്നാമത്തെ പദത്തിന്റെ കൂടെ n-1 ഇൻറ്റു D 39 ഡികൾ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? 40-ാം പദം കിട്ടുക. കാരണം നമുക്കറിയാം nth ടേം ഓഫ് എ അരിതമാറ്റിക് പ്രോഗ്രഷൻ an ഈക്വൽ ടു A1 പ്ലസ് n-1 ഇൻറ്റു D. ഇതാണ് നമ്മളെ nth ടേമിന്റെ ഇക്വേഷൻ സമാന്തര ശ്രേണിയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A1 എന്ന് പറഞ്ഞാൽ 14 ആണ്, പ്ലസ് 39 ഇൻറ്റു D എത്ര? 6 ആണ്. ദാറ്റ് ഈസ് 14 പ്ലസ് 39 ഇൻറ്റു 6 നമുക്ക് കിട്ടുക 234 ആണ് കിട്ടുക. 234 പ്ലസ് 14 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 248 എന്ന് കിട്ടും. അപ്പോൾ 40-ാമത്തെ പദം എത്രയാണ്? 248. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം, രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര? ഇപ്പൊ രണ്ട് ഗോളങ്ങളുണ്ട്, അവയുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം, അതായത് ഏരിയയുടെ അംശബന്ധം. രണ്ട് ഗോളങ്ങളുടെ ഏരിയ A1:A2 അത് തന്നിട്ടുണ്ട്. എത്രയാ? 16:25 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ A ഈക്വൽ ടു 4πr² ആണ്. അപ്പോൾ A1ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ 4πr1² ഇവിടെ എന്ത് ചെയ്താം? 4πr2² എന്ന് എഴുതാം. ഇതാണ് എന്ത്? 16:25. ഇനി 4πയും 4πയും കോമൺ ആണ്. അപ്പോൾ നമുക്ക് r1/r2² ആണെന്ത്? 16:25. r1² 16 ആണെങ്കിൽ അതുപോലെ തന്നെ r2² 25 ആണെങ്കിൽ നമുക്ക് r1/r2 എന്ത് ചെയ്തതിനെ? 16ന്റെ സ്ക്വയർ റൂട്ട് 4:25ന്റെ സ്ക്വയർ റൂട്ട് 5 എന്ന് എഴുതാം അല്ലേ. ഇനി r1 r2 അതായത് രണ്ട് ഗോളങ്ങളുടെ റേഡിയസുകളുടെ എന്ത് കിട്ടി? അംശബന്ധം കിട്ടി 4:5. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? വോളിയത്തിന്റെ അംശബന്ധമാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. വ്യാപ്തങ്ങളുടെ അംശബന്ധം, അതായത് V1:V2 ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം ഒരു ഗോളത്തിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 4/3πr³ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം അതിനെ? V1ന്റെ സ്ഥാനത്ത് 4/3πr1³ 4/3πr2³ എന്ന് എഴുതാം. അപ്പൊ ഈ 4/3πയും 4/3 കോമൺ ആണ്. അപ്പൊ അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് r1³ r2³ ആണ് നമുക്ക് കാണേണ്ടത്. അത് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വ്യാപ്തങ്ങളുടെ അംശബന്ധം കിട്ടും. നമുക്കറിയാം r1:r2 എന്താണ്? 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ r1³ r2³ എന്തായിരിക്കും? 4³
5 ക്യൂബ് ആയിരിക്കും. 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 5ന്റെ ക്യൂബ് 125. അപ്പോൾ വോളിയങ്ങളുടെ അംശബന്ധം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64:125. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഹരിക്കണം എന്നുള്ളത് പ്ലസ് എന്നും മൈനസിനെ ഹരണം എന്നും ഇൻറ്റുവിനെ മൈനസ് എന്നും പ്ലസിനെ ഇൻറ്റു എന്നും പ്രസ്താവിച്ചാൽ 54 ഇൻറ്റു 6 ബ്രാക്കറ്റിനകത്താണ് -12 ഇൻറ്റു ഓൾ ഡിവൈഡ് ബൈ 8 പ്ലസ് 16 ഇൻറ്റു 4 പ്ലസ് 32 ഹരിക്കണം 2. ഇതിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഒന്ന് മാറ്റി എഴുതാം. ആ ചിഹ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കവിടെ ന്യൂമറേറ്ററിൽ 54 ഇൻറ്റു ആണ് തന്നിട്ടുള്ളത്. 54 ഇൻറ്റുവിനെ മൈനസ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ 54 ഇൻറ്റുവിന് പകരം മൈനസ് എഴുതുക. 6 ബ്രാക്കറ്റിനകത്താണ്. ഓക്കെ, പിന്നെ അടുത്ത ചിഹ്നം ഏതാ? മൈനസ് ആണ്. മൈനസിനെ എങ്ങനെ എഴുതിയിട്ടുള്ളത്? മൈനസിനെ ഹരണമാണ് സൂചിപ്പിക്കുന്നുണ്ട്. 12 ഇൻറ്റു ആണ്. ഇൻറ്റുവിനെ നമ്മൾ വീണ്ടും മൈനസ് എന്ന് എഴുതും. 4 ഓൾ ഡിവൈഡഡ് ബൈ അടുത്ത ഏതാ? 8 പ്ലസ് ആണ്. പ്ലസിനെ എന്താണ് സൂചിപ്പിക്കുക? ഇൻറ്റു ആയിട്ടാണ് സൂചിപ്പിക്കുക. 16 പിന്നെ ഇൻറ്റുവിനെ വീണ്ടും നമുക്ക് മൈനസ് എന്ന് എഴുതാം. 4 പിന്നെ അടുത്ത ചിഹ്നം പ്ലസ് ആണ്. പ്ലസിന് എന്താണ് എഴുതുക? ഇൻറ്റു ആണ് എഴുതുക. ഓക്കെ, പിന്നെ അവിടെ 32 ഉണ്ട്. പിന്നെ ഹരണാണ്. ഹരണത്തിന് എന്താണ്? പ്ലസ് ആണ് എഴുതുക 2. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ചിഹ്നങ്ങൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇനി ഇതിലാദ്യം നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ചെയ്യുക, എന്നിട്ട് ഡിനോമിനേറ്റർ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുക, പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ബ്രാക്കറ്റിനകത്താണ് 54 മൈനസ് 6 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 54 6 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 48 ഉണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 48 ഉണ്ട്. പിന്നെ ഹരണം അല്ലേ, കാരണം നമുക്ക് ഡിവിഷൻ ആണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ 48 ഹരിക്കണം 12 എത്രയാ? 48നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. എത്ര കിട്ടുക? 4. അപ്പോ ഇതും നമ്മൾ ചെയ്തു. പിന്നെ 4 പിന്നെ ഇവിടെ എന്തുണ്ട്? -4 അല്ലെ. 4 - 4 എത്രയാ? 0 ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ മൊത്തം നമുക്ക് എത്ര കിട്ടിയത്? 0 ആണ് കിട്ടിയത്. പിന്നെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നാലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ന്യൂമറേറ്ററിൽ നമുക്ക് 0 കിട്ടി. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 12:15 ഒരു ക്ലോക്കിലെ 2 സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? അതായത് 12:15 ആണ് സമയം. അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം കോണളവ് കാണാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു 30h മൈനസ് 11/2 m. h എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ്, m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്. h ഇവിടെ 12 ആണ്, മിനിറ്റ് 15 ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 12 മൈനസ് 11/2 ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് 15 അല്ലേ. ദാറ്റ് ഈസ് 30 ഇൻറ്റു 12 നമുക്ക് എത്ര കിട്ടുക? 360 കിട്ടും. മൈനസ് പിന്നെ 11 ഇൻറ്റു 15 എത്ര കിട്ടുക? 150 165/2 എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ 360 നിന്ന് നമുക്കറിയാം ക്ലോക്കില് ഒരു ഫുൾ റൊട്ടേഷനിൽ ക്ലോക്കില്
ഫുൾ റൊട്ടേഷനെയാണ് നമ്മൾ ആംഗിള് 360 എന്ന് പറയാം. അപ്പോൾ 360 നിന്ന് എന്തെങ്കിലും കുറക്കുക എന്ന് പറഞ്ഞാൽ അത് 0-ൽ നിന്ന് എന്തെങ്കിലും കുറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതും സെയിം ആയിരിക്കും, കാരണം 360 ഡിഗ്രി തിരിയാന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ ആയി. അപ്പോൾ ഇവിടെ 360 - 165/2 ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താലും മതി, 165/2 ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 165/2 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 82.5 ആണ്. അപ്പോൾ നമ്മളെ ആൻസർ എ ആണ്, 82.5 അല്ലേ. നമ്മളെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 5 പേർ വഴിയിലൂടെ നടന്നു പോകുകയാണ്. പിയുടെ മുന്നിലായി എസും ക്യൂവിന് പിന്നിലായി ടിയും പിക്കും ക്യൂക്കും മധ്യത്തിലായി ആറും നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര്? എന്താ ചോദിച്ചുള്ളത്, 5 പേര് നടന്നു പോകണം ഒരു വഴിയിലൂടെ, പി ക്യു ആർ എസ് ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞുള്ളത് പിയുടെ മുന്നിലായി എസ്. അപ്പോൾ വരി വരിയായി പോകുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ പി ഇവിടെയാണെങ്കിൽ പിയുടെ മുന്നിലാണ് ആര്, എസ് ഉള്ളത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ക്യൂവിന് പിന്നിലായി ടിയും. അപ്പോൾ ക്യൂ എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ക്യൂ സപ്പോസ് ഇവിടെയാണെങ്കിൽ ക്യൂവിന് പിന്നിലായി ടിയും, ക്യൂയുടെ പിന്നിലാണ് ആര്, ടി ഉള്ളത്, അത് പറഞ്ഞിട്ടുണ്ട്. പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും. അപ്പോൾ പിക്കും ക്യൂവിനും മധ്യത്തിലായി ആരുണ്ട്, ആറുണ്ട്. നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തായി നടക്കുന്നത് ആര്, ഏറ്റവും മധ്യത്തിൽ ആരാ, ആറാണ്. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റെയിൽവേ എന്നതിന് പകരം 1819122315 എന്ന രഹസ്യ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിന്റെ കോഡ് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ കോഡിംഗ് ആണ്. കോഡിംഗ് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് അതിന്റെ പൊസിഷണൽ നമ്പേഴ്സ് ക്രമത്തിൽ ഒന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫബറ്റ്സ് എഴുതുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഇങ്ങനെയാണ് 26 ലെറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റെയിൽവേ എന്നുള്ളതിന് പകരം എന്താണ് കോഡ്, റെയിൽവേ എന്നുള്ളതിന് പകരം നമുക്ക് കോഡ് ചെയ്തിട്ടുള്ളത് 18 19 12 23 12 5 ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ STATION ഇതെങ്ങനെ കോഡ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇവിടെ 6 എത്രാമത്തെ ലെറ്ററാ, 18ാമത്തെ ലെറ്ററാ. അപ്പോൾ നമുക്കിവിടെ 18 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ലെറ്റർ എ ആണ്. എ എത്രാമത്തെ ലെറ്ററാ, 1ാമത്തെ ലെറ്ററാ. അപ്പോൾ ഇവിടെ 1 എന്നുണ്ട്. പിന്നെ അടുത്ത ലെറ്റർ ഇവിടെ ഐ ആണ്. ഐ 9ാമത്തെ ലെറ്ററാ, 9 ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ ഇവിടെ എൽ ആണ്. എൽ എത്രാമത്തെ ലെറ്ററാ, 12ാമത്തെ ലെറ്ററാ. അപ്പോൾ ഇവിടെ 12 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡബ്ല്യു ആണ് വരുന്നത്. ഡബ്ല്യു 23ാമത്തെ ലെറ്ററാ. അപ്പോൾ അവിടെ 23 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് വീണ്ടും എ 1ാമത്തെ ലെറ്റർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് വൈ ആണ്. വൈ എത്രാമത്തെ ലെറ്ററാ, 25ാമത്തെ ലെറ്ററാ. അപ്പോൾ അവിടെ 25 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായോ കോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? അപ്പോൾ നമ്മൾ എസിനെ കോഡ് ചെയ്യുക. എസ് 19ാമത്തെ ലെറ്ററാ. അപ്പോൾ ഇവിടെ 19 എന്ന് എഴുതുക. പിന്നെ ടി ആണ്. ടി എത്രാമത്തെ ലെറ്ററാ, 20ാമത്തെ ലെറ്റർ. അപ്പോൾ ഇവിടെ 20 എന്ന് എഴുതുക. അടുത്തത് എ 1ാമത്തെ ലെറ്റർ. വീണ്ടും ടി 20 ആണ്. ഐ എത്രയായിരുന്നു, 9ാമത്തെ ലെറ്റർ അല്ലേ, ഐ 9ാമത്തെ ലെറ്റർ ആണ്. ഓ എത്രാമത്തെ ലെറ്ററാ, 15ാമത്തെ ലെറ്റർ. അടുത്തത് എൻ എത്രാമത്തെ ലെറ്ററാ, 14.
അപ്പോൾ നമ്മളെ കോഡ് വരിക 19 20 12 09 15 41 അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റായിട്ട് അതുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. BEDC ഈസ് ടു MPON ആയാൽ GJIH എന്തായിരിക്കും വരിക? അതായത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് BEDC എന്നുള്ളത് MPON ആയാൽ GJIH എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുക? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ BEDCനെ ഏതോ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് MPON ആയിട്ട് കോഡ് ചെയ്തിട്ടുള്ളത്. അതേ റിലേഷൻ തന്നെ ആയിരിക്കും GJIHനെ കോഡ് ചെയ്യാൻ ഇവിടെ വരുന്ന ലെറ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും ഒന്ന് ചെയ്യണം, ഒന്ന് എക്സാം ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. നോക്കൂ, ഇവിടെ ബി ആണ്. ബിനെ ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? എമ്മിലേക്കാണ് അല്ലേ. അപ്പം നമ്മളെ ആൽഫബറ്റിക് നമ്പേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് എഴുതി വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഓക്കെ, ഇനി ബിനെ എമ്മിലേക്ക് കോഡ് ചെയ്തു. അപ്പോൾ ബി കഴിഞ്ഞിട്ട് എത്ര ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് എം ഉള്ളത്? ബി കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10. ബി കഴിഞ്ഞിട്ട് 10 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് എം ഉള്ളത്. ഇനി ഈ ഇവിടെ കോഡ് ചെയ്തുള്ളത് പി ആണ്. ഇനി ഈ കഴിഞ്ഞിട്ട് പിയിലേക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഈ കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ആണ് ഈ കഴിഞ്ഞിട്ട് പിയിലേക്കുള്ള ലെറ്റേഴ്സ്. അടുത്തത് ഡിനെ ഓയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡി കഴിഞ്ഞിട്ട് ഓയിലേക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഡി കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 ഓയിലേക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 10 ലെറ്റേഴ്സ് ഉണ്ട്. അടുത്തത് സീനെ എന്നിലേക്ക്. അപ്പൊ സീന്റെ എന്നിന്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. സി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 എന്നിലേക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 10 ലെറ്റേഴ്സ് ഉണ്ട്. എന്ത് മനസ്സിലായി? ഇവിടുത്തെ ലെറ്റേഴ്സിന്റെ കൂടെ 10 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ കോഡ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ജി ആണുള്ളത്. ജി കഴിഞ്ഞിട്ട് 10 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് ഇവിടെ വരിക. ജി ഇതാണ്. ജി കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 അടുത്ത ലെറ്റർ ഏതാ? 6. അപ്പോൾ ഇവിടെ വരുന്ന ലെറ്റർ ഏതാണ്? 6 ആണ്. ഇനി ജെ കഴിഞ്ഞിട്ട് 10 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 ഇവിടെ ഏതാ വരിക? യു ആണ് വരിക. ഇനി ഐ കഴിഞ്ഞിട്ട് 10 ലെറ്റേഴ്സ് 1 2 3 4 5 6 7 8 9 10 ഇവിടെ എത്ര വരിക? ടി ആണ് വരിക. അടുത്തത് എച്ച് കഴിഞ്ഞിട്ട് 10 1 2 3 4 5 6 7 8 9 10 ഇവിടെ എത്ര വരിക? എസ് ആണ് വരിക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? RUTC എന്നാണ് കിട്ടുക അല്ലേ. TS RUTS. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? RUTS.